പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സന്തോഷത്തിൻ്റെ വെള്ളി തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പാപപരിഹാര ബലിയായി മാറ്റപ്പെടുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിലേറി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരി മലയുടെ മുകളിൽ ബലിയായി അർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പാടുപീഡയെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഏറ്റ പീഡയുടെ പരിണിതഫലമായി നമുക്കോരോരുത്തർക്കും രക്ഷ കിട്ടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരി മലയിൽ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ചില്ലായിരുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കാർക്കും കുമ്പസാരം എന്ന കൂദാശയിലൂടെ തിരുസഭയിൽ പാപമോചനം ലഭിക്കുകയില്ലായിരുന്നു. ഇന്ന് പാപമോചനം ലഭിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പാടുപീഡകളാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപമോചനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ: രക്തം ചിന്താതെ പാപമോചനമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപമോചനം ലഭിക്കണമെങ്കിൽ അവൻ രക്തം ചിന്തണം. ഇതാണ് നിയമം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്തം ചിന്തണമെങ്കിൽ അവൻ്റെ ശരീരത്ത് മുറിവുണ്ടാകണം. ആ മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിലൂടെ ഒഴുകുന്ന രക്തം, അതിൻ്റെ പരിണിതഫലമായിട്ട് ഒരു മനുഷ്യന് പാപമോചനം കിട്ടുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുറിവുണ്ടാകുമ്പോൾ അവന് വേദനയുണ്ടാകും. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏത് അവയവങ്ങൾ കൊണ്ടവൻ പാപം ചെയ്തിട്ടുണ്ടോ ആ അവയവങ്ങളിലൂടെ രക്തം ചിന്തിയാൽ മാത്രമേ ഒരു മനുഷ്യന് പാപമോചനം ലഭിക്കുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ജനം ഒരു കാളക്കിടാവിനെയോ ആട്ടിൻകുട്ടിയോ കൊണ്ടുപോയി പുരോഹിതനെ ഏൽപ്പിക്കുന്നു. പുരോഹിതൻ പാപഭാരം അതിൻ്റെ മേൽ ചുമത്തുന്നു. ജനം എന്ത് ചെയ്യുന്നു? ഈ കാളക്കിടാവിനെയോ ആട്ടിൻകുട്ടിയോ ചെങ്കത്തായ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടുകയോ അതല്ലെങ്കിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി വിടുകയോ ചെയ്യുമ്പോൾ ഹിംസ്രജീവികൾ അതിൻ്റെ മേൽ ചാടി വീണ് അതിനെ പിച്ചി ചീന്തി രക്തം ചിന്തുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിചാരിച്ചിരുന്നു അവർക്ക് പാപമോചനം കിട്ടുമെന്ന്. എന്നാൽ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: കാളക്കിടാങ്ങളുടെ ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് മനുഷ്യൻ്റെ പാപം നീക്കിക്കളയുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ പാപം നീക്കിക്കളയണമെങ്കിൽ പാപമില്ലാത്തവൻ പാപിക്ക് വേണ്ടി രക്തം ചിന്തണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, പിതാവായ ദൈവം, തൻ്റെ പുത്രനായ യേശുവിനെ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിപ്പിക്കുകയും ആ മനുഷ്യനായ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറിയെന്ന് 1 പത്രോസ് 2-ന്റെ 24 എഴുതി വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ്. അതായത് ഞാൻ എന്ന വ്യക്തി, നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ കർത്താവ് തീരുമാനമെടുത്തു, ജോർജിൻ്റെ കൈ മുറിയാൻ പാടില്ല. ജോർജിൻ്റെ കൈ കൊണ്ട് ചെയ്ത പാപത്തിന് ഞാനിതാ പരിഹാരം ചെയ്യുന്നു. ജോർജിൻ്റെ ശിരസ് കൊണ്ട് ചെയ്ത പാപത്തിന് ഞാൻ ശിരസിലൂടെ പരിഹാരം ചെയ്യുന്നു. എൻ്റെ ശരീരത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ
ആ മേഖലകളിലൂടെയെല്ലാം രക്തം ചിന്തുവാൻ വേണ്ടി ഈശോ തീരുമാനമെടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതുതന്നെയാണ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചതും. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ മുറിവേൽക്കാത്ത ഒരിടം പോലുമില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ആദ്യമായിട്ട് ഈശോ രക്തം ചിന്തിയത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് താൻ ഏൽക്കുവാൻ പോകുന്ന പാടുപീഡകൾ കണ്ടപ്പോൾ യേശുനാഥൻ രക്തം ചിന്തുന്നുണ്ട്. അത് മറ്റൊന്നുമായിട്ടല്ല, ഞാനും നിങ്ങളും ചർമ്മം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിതഫലമായി യേശു ചർമ്മത്തിലൂടെ രക്തം ചിന്തുന്നു. അതിനുശേഷം കയ്യാഫാസിൻ്റെ ഭവനത്തിൽ വെച്ച് കയ്യാഫാസിൻ്റെ സേവകൻ യേശുവിൻ്റെ ചെകിട്ടത്ത് മാറി മാറി അടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമായിട്ടല്ല, ഞാനും നിങ്ങളും കാതുകൾ കൊണ്ട് ചെയ്തു കൂട്ടിയ വ്യർത്ഥഭാഷണങ്ങളും ചീത്തവാക്കുകളും ചീത്തപ്പാട്ടുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേട്ട് ആസ്വദിച്ചതിൻ്റെ പരിണിതഫലമായിട്ടാണ് യേശുവിൻ്റെ കാതുകളിൽ അവിടെ ക്ഷതമേൽപ്പിക്കപ്പെടേണ്ടതായിട്ട് വന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ വെച്ച് പടയാളികൾ യേശുവിനെ മാറി മാറി അടിക്കുന്നു. യേശുവിൻ്റെ ശരീരം 129 സങ്കീർത്തനം 3 തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവൻ്റെ ഉഴവുകാരൻ്റെ മുതുകത്തൊഴുതു നീളത്തിൽ ഉഴവുചാലുകൾ അവൾ കീറി. ഉഴവുചാലുകൾ പോലെ യേശുവിൻ്റെ ശരീരം അടിച്ച് തകർക്കപ്പെടുവാനായിട്ടുള്ള കാരണം, ഞാനും നിങ്ങളും ശരീരം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായി യേശു ശരീരത്തിലൂടെ രക്തം ചിന്തുന്നു. അതിനുശേഷം യേശുവിൻ്റെ ശിരസിൽ മുൾമുടി വയ്ക്കുന്നുണ്ട്. ആ മുൾമുടി വെച്ചപ്പോഴും ഞാനും നിങ്ങൾ ശിരസ് കൊണ്ട് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിതഫലമായി യേശു ശിരസിലൂടെ രക്തം ചിന്തുന്നു. ആ മുൾമുടി യേശുവിൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് കണ്ണിലൂടെ രക്തം ചിന്തുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ താടിരോമങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട്. യെശയ്യാ 50:6, അടിച്ചവർക്ക് പുറവും താടിരോമങ്ങൾ പറിച്ചെടുത്തവർക്ക് മുഖവും അവിടുന്ന് കാണിച്ചു കൊടുത്തു, തുപ്പലിൽ നിന്നും നിന്നയിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചില്ല എന്ന വചനം ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി മുഖം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് യേശു മുഖത്തൂടെ രക്തം ചിന്തുന്നു. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. നമ്മൾ ചുണ്ടുകൊണ്ട് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ, വാഗൊണ്ട് നാവുകൊണ്ട് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിതഫലമായി ചുണ്ടുപൊട്ടുന്നു, അതിലൂടെ രക്തം ചിന്തുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ നഗ്നനാക്കുന്നു, വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ രഹസ്യ പാപത്തിൻ്റെ പരിണിതഫലമായി യേശു നഗ്നനാക്കപ്പെടുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, നാം ഓരോരുത്തരും കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് യേശുവിൻ്റെ കൈകൾ രണ്ടും ആണികളാൽ തറയ്ക്കപ്പെടുന്നു, കൈയിലൂടെ രക്തം ചിന്തുന്നു. കാലുകണ്ട് ഓടി നടന്ന പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് കാലുകളിൽ ആണികളടിക്കുന്നു, അതിലൂടെ രക്തം ചിന്തുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾ കൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ ആ ശരീരത്തിലൂടെയെല്ലാം യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി രക്തം ചിന്തിക്കൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറിയത്. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. യെശയ്യായുടെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 8 തിരുവചനത്തിൽ, മർദ്ദനത്തിനും ശിക്ഷാവധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു, എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിതഫലമായി നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ ഏൽക്കെടുക്കേണ്ട ക്ഷതം നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും രക്ഷിച്ച ദിവസമാണ്. അതാണ് ദുഃഖവെള്ളിയാഴ്ച. യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെ ഗുഡ് ഫ്രൈഡേ ആണ്. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി മാറിയ കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി കുരിശിൽ മരിച്ച് ഞങ്ങൾക്ക് പാപമോചനം നൽകിയ കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ദുഃഖവെള്ളിയുടെ എല്ലാവിധ നന്മകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.